ഡിറ്റോ വടക്കനാക്കി പ്രമാണത്തിന് വേണ്ടി നിന്ന് ശത്രുഘ്നശബ്ദനകവുമില്ല തീച്ചുള്ളിലേക്ക് വലിച്ചെറിഞ്ഞെങ്കിൽ തീച്ചുള്ളി നാലാമനായി 3 പേര് തീച്ചുള്ളിലേക്ക് വലിച്ചെറിഞ്ഞു. എന്നാൽ ശത്രുഘ്നശബ്ദനകം 3 പേര് തീച്ചുള്ളിലേക്ക് വലിച്ചെറിഞ്ഞു. എന്നാൽ തീച്ചുള്ളയിൽ നാലാമനായി യേശുക്രിസ്തു അറിയിക്കാൻ വന്നുകൊണ്ട് തീയുടെ ബലത്തേക്ക് എടുത്തി അവർക്കൊരു പോറല്ലോ രോമം പോലും കരുകയോ ചെയ്യാതെ അവരെ രക്ഷിച്ചു, മാനിച്ചു ദൈവം യേശുക്രിസ്തു തന്റെ മക്കളെ മാനിക്കാൻ ശക്തനത്ര. ഇവിടെ പീഡനങ്ങളേക്കേണ്ടി വന്നാലും മരണം സംഭവിക്കേണ്ടി വന്നാലും ഒരു നിത്യതയുണ്ട്. കോടി വർഷം യേശുവിനോടൊത്ത് വിശുദ്ധരോടൊത്ത് ഒരു ജീവിതമുണ്ട്. കോടി വർഷത്തെ കഷ്ടങ്ങൾ സാരമില്ല. ലഘുകാര്യത്തിൽ ഞൊടിയാർത്ഥികൾ ലഘുവായി കഷ്ടം അത്യന്തം ഘനമായ സന്തോഷത്തിനാകുന്നു. സ്തോത്രം. ഈ ലോകത്ത് യേശുവിൻ്റെ ശക്തിയാൽ യേശുവിൻ്റെ കരുത്തിനാൽ ഒരു പ്രസവമേൽ കാണണ്ട, ഒരു പ്രയാസമേൽ കാണണ്ട. ഇന്നും ജനങ്ങൾ മുന്നേറുന്നുണ്ട്. നിത്യ വടക്കനാക്കിക്കാവൂ. സ്തോത്രം. ബ്ലഡ് ഓഫ് ജീസസ് ക്രൈസ്റ്റ് പാർട്ട് 2. യേശുക്രിസ്തുവിന്റെ രക്തം സകല പാപവും ശുദ്ധീകരിക്കുന്നു. രക്താംബരം പോലെ പാപം ചുമതാണെങ്കിലും രക്താംബരം പോലെ ചുമ്പാണെങ്കിലും പാപത്തെ കഴുകി വെണ്മയാക്കുവാൻ, പഞ്ഞു പോലെ വെണ്മയാക്കുവാൻ ശക്തിയുള്ള യേശുവിന്റെ രക്തം. ആ രക്തത്തിൽ ആശ്രയിച്ചും കൊണ്ട് മുന്നേറാമെന്ന് പറഞ്ഞുകൊണ്ട് അടുത്ത ഭാഗത്തേക്ക് കിടക്കട്ടെ. സ്തോത്രം. ഈ ചെറിയൊരു ഒരുത്ത് തന്നെ ഒരു ഗ്ലാസ് വെള്ളം കൊടുത്താൽ പ്രതിഫലം കിട്ടാതിരിക്കുകയില്ല. യേശുവിന് ഈ ചെറിയൊരുത്തിന് കൊടുത്ത് എനിക്ക് തന്നിരിക്കുന്നതെന്ന് യേശു പറയുന്നു. സ്തോത്രം. യേശു നമ്മെ സമ്പന്നനാക്കുവാൻ യേശു ദാരിദ്ര്യം പൂണ്ടു. യേശുവിനെ ക്രൂശിച്ചു, അടക്കം ചെയ്തു. കല്ലറയിൽ ഒരു കല്ലുരുട്ടി വെച്ചു. യേശു ഉയർക്കുമെന്ന് പറഞ്ഞിരുന്നു. 3-ാം ദിവസം മരിച്ചടക്കപ്പെട്ടാലും കല്ലറയിൽ മരിച്ചടക്കപ്പെട്ടിരുന്ന യേശു ക്രിസ്തുവിനെ ഉയർക്കാതിരിക്കുവാൻ റോമാ ഗവൺമെന്റ് അവർ കല്ലുരുട്ടി വെച്ച് കല്ലറയുടെ വാദിക്കാൻ. സ്തോത്രം. യുഗങ്ങളുടെ പാറയായ യേശു ക്രിസ്തുവിനെ പാറ കഷ്ണം കൊണ്ട് തട്ടി വെച്ചിരിക്കുന്നു. സ്തോത്രം. പിന്നെ റോമൻ ഗവൺമെന്റ് ഇമ്പീരിയൽ മുദ്ര പതിപ്പിച്ചു, റോയൽ ഇമ്പീരിയൽ മുദ്ര പതിപ്പിച്ചു, രാജകീയമായ മുദ്ര പതിപ്പിച്ചു പുറത്തു കടക്കാതിരിക്കാൻ. സ്തോത്രം. യേശു തത്വത്തിന്റെ മുദ്രയാണ്. സ്തോത്രം. തത്വത്തിന്റെ മുദ്ര യേശു ക്രിസ്തുവിന. ഈ ലോകത്തിന് ഗവൺമെന്റ് മുദ്ര പതിപ്പിച്ചാൽ എന്ത് കാര്യം പോരാഞ്ഞിട്ട് സോൾജിയേഴ്സിനെ കാവൽ നിർത്തി യേശു സർവ്വസൈന്യാധിപൻ, സൈന്യങ്ങളുടെ യഹോവ. എന്നാൽ സ്തോത്രം സർവ്വസൈന്യാധിപനെ തടയുവാൻ പുറത്തു വരാതിരിക്കാൻ ഇവിടുത്തെ പട്ടാളക്കാർക്ക് എന്ത് ചെയ്യുവാൻ കഴിയും? ഒന്നും കഴിയുകയില്ല. യേശു സർവശക്തൻ, സൈന്യങ്ങളുടെ യഹോവ. സ്തോത്രം. തന്റെ മക്കളുടെ, തന്റെ സൈന്യങ്ങളുടെ യഹോവയായ ദൈവം സർവശക്തൻ, സർവവ്യാപി, സർവജ്ഞാനി, സർവവല്ലഭൻ, സർവത്തിന് പ്രാപ്തൻ. അവനെ തടുക്കുവാൻ മരണപാശത്തിന് അവനെ പിടിച്ചു വയ്ക്കുന്ന അസാധ്യമായിരുന്നു. കല്ലറയെ ഭേദിച്ചും കൊണ്ട് 3-ാം നാൾ ഉയർത്തെഴുന്നേറ്റ് യേശു ശക്തി വെളിപ്പെടുത്തി പരിശുദ്ധാത്മാവിന്റെ ശക്തിയാൽ യേശു ഉയർത്തെഴുന്നേൽക്കുകയും യേശു പരിശുദ്ധാത്മ ശക്തിയാൽ കല്ലറയെ ഭേദിച്ചും കൊണ്ട് താൻ പുറത്തു വരികയും. സ്തോത്രം. കല്ലറയിൽ കവച്ചിന്റെ കല്ല് കർത്താവിൻ്റെ അടുത്ത് ഊറ്റി മാറ്റിയും കൊണ്ട് സ്തോത്രം അവിടെ കടന്നു വരുന്ന മറിയയ്ക്കും പത്രോസിനല്ല, കല്ലറയിൽ കടന്നു വരുവാനും നോക്കുവാനെല്ലാം കഴിഞ്ഞു. ദൂതം പറഞ്ഞവരോട് യേശു ഇവിടെ ഇല്ല, അവൻ ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു. യേശു തന്റെ ശിഷ്യന്മാർക്ക് പ്രത്യക്ഷപ്പെട്ടു. സ്തോത്രം. എന്നിട്ട് യേശു ക്രിസ്തു പറഞ്ഞു, യെരൂശലേം അപ്പോസ്തലർ 1-ാം അധ്യായത്തിൽ ഞാൻ പിതാവിന്റെ അടുക്കൽ പോയി പരിശുദ്ധാത്മാവിനെ മരിച്ച് അടക്കപ്പെട്ട് 3-ാം ദിവസം ഉയർത്തെഴുന്നേറ്റ് യേശു പറയുകയാണ്. ശിഷ്യന്മാർ തന്റെ അടുത്തോട് പറയുകയാണ്, ഞാൻ പിതാവിന്റെ അടുക്കൽ പോയി, സ്വർഗത്തിൽ പോയി പരിശുദ്ധാത്മാവൻ യേശു പിതാവിൽ നിന്ന് പരിശുദ്ധാത്മാവിനെ വാങ്ങി നിങ്ങൾക്ക് അയച്ചു തരും. നിങ്ങൾക്ക് പരിശുദ്ധാത്മാവ് ലഭിച്ചു കഴിഞ്ഞാൽ ഭൂലോകത്തൊക്കെയും എൻ്റെ സാക്ഷികളാകണം. യേശുവിനെ കുറിച്ച് പറയുകയാണ്. സുവിശേഷം സദ്വർത്താനം അറിയിക്കുകയാണ്. യേശു മരിച്ചു, അടക്കപ്പെട്ടു, 3-ാം ദിവസം ഉയർത്തെഴുന്നേറ്റു, ഇന്നും ജീവിക്കുന്നു. യേശു ദൈവത്തിന്റെ വലത്ത് ഭാഗത്തിരുന്ന് നമുക്ക് ഓരോരുത്തർക്കും വേണ്ടി പക്ഷപാതം ചെയ്യുന്നു. മരിച്ച യേശുവിനെ അല്ല, ഉണ്ണിയേശുവിനെ അല്ല ആരാധിക്കേണ്ടത്. മരിച്ചടക്കോട്ട് ഉയർത്തുന്നിട്ട് യേശുവിനെ, സുഖത്തെ പക്ഷപാതം ചെയ്തുകൊണ്ടിരിക്കുന്ന യേശുവിനെ, നല്ല അഡ്വക്കേറ്റ് നമുക്ക് വേണ്ടി വാദിച്ചുകൊണ്ടിരിക്കുന്ന യേശുവിനെ, ആ യേശുവിനെയാണ് ആരാധിക്കേണ്ടത്. സമരിയ സ്ത്രീയോട് യേശു പറയുന്നു, എന്നെ ആരാധിക്കുന്നവർ ഈ മല്ലിനുമല്ല, യെരൂശലേമിലുമല്ല, യെരൂശലേം ദേവാലയത്തിലുമല്ല, എന്നെ ആരാധിക്കേണ്ടുന്നവൻ സത്യത്തിൽ ആത്മാവിലും ആരാധിക്കണം. എന്താണ് സത്യം? യേശുക്രിസ്തുവാണ് സത്യം. യേശുക്രിസ്തു പറയുന്നു, ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമാകുന്നു. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. യേശുവിനെ ആരാധിച്ചാൽ
മിടുക്കലുണ്ട്. സത്യത്തിൽ ആത്മാവിൽ ആരാധിക്കണം. ദൈവത്തിൻ്റെ ആത്മാവ് മനുഷ്യൻ്റെ ആത്മാവുമായി ക്രിയ ചെയ്ത് വീണ്ടും ജന്മം പ്രാപിക്കുന്നു. അപ്രകാരം വീണ്ടും ജന്മം പ്രാപിച്ച് ദൈവത്തിലായി തീർന്ന വ്യക്തി പക്ഷേ മാനസാന്തരപ്പെട്ട് കഴിഞ്ഞാൽ